വീട്ടിൽ വന്ന പിന്നെ ചേമ്പും ചേനയും കാച്ചിലും കൊള്ളിയൊക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു പൂതി തോന്നിയിട്ട് ഒരു ചേമ്പിൻ്റെ കട പറിച്ചപ്പോൾ ഒരു 3-4 നല്ല വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം വെട്ടിക്കഴുകി കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ വേവിക്കാൻ വെച്ചിരുന്നത്. അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും ഓടിപ്പോയി കുറച്ചധികം തന്നെ കറിവേപ്പിലയും കുറച്ചധികം ചൂനിയമുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള ചൂനിയമുളകാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി ഒന്ന് ചതച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. വല്ലാതെ അങ്ങോട്ട് അരഞ്ഞു പോകരുത്. അപ്പോഴത്തേനും നമ്മുടെ ചേമ്പൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും നിറയെ കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ചൂനിമുളകും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു മുറി തേങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചേമ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതങ്ങനെ ചൂട്ടോടെ തന്നെ ആ വാഴയിലോട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഒരു പ്രത്യേക സ്വാദ് കൂടിയാണ്. ഞാനങ്ങനെ വയറ് നിറച്ച് കഴിച്ചു. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം നമ്മൾ ഒരുപാട് കഴിക്കുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.